ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ മടിയുള്ളവരായിട്ട്. ഇബാദത്തുകൾ ചെയ്യാൻ മടി എന്ന് പറയുമ്പോൾ നിസ്കരിക്കാൻ മടി, അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ മടി, മറ്റു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടി, നോമ്പ് നോൽക്കാൻ മടി, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ചില ആളുകൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാത്ത, നിസ്കരിക്കാൻ ഇബാദത്തുകൾ ചെയ്യാനൊന്നും മടിയില്ലാത്ത ചില ആളുകൾ, അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടാകും നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം എന്നൊക്കെ. പക്ഷേങ്കിലും അവരുടെ മടി അവരതിന് സമ്മതിക്കുന്നില്ല. ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഒരു കാരണം അവരറിയാതെ അവരുണ്ടാക്കുകയാണ്. അവർ തന്നെ അവരറിയാതെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസായിട്ട് ഉണ്ടാക്കി പോവുകയാണ്. അതൊരിക്കലും അവർ രാവിലെ എഴുന്നേറ്റ് എന്തായാലും എനിക്ക് മുഴുവനായിട്ട് നിസ്കരിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ ളുഹറാവുന്ന സമയത്ത് ഇന്നിപ്പോൾ എന്തൊരു കൈക്കാൽ വേദന, ഇപ്പോൾ എന്തായാലും അസ്ർ മുതൽ, അങ്ങനെ ഒരു തരം പിശാചിൻ്റെ കളിയും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ മടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ അങ്ങനെ തടസ്സപ്പെട്ടു പോകുന്നു. നമുക്ക് തന്നെ ആ ഒരു സമയമാകുമ്പോൾ മടി വരുന്നു. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. നമുക്കത് എങ്ങനെ പരിഹരിച്ചെടുക്കാം? എന്നാൽ ചില ആളുകളുണ്ട്, നിസ്കരിക്കാൻ മടിയായിരിക്കും, പക്ഷേ അതിനെക്കുറിച്ച് യാതൊരു കുറ്റബോധവും ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മടിയുണ്ട് പക്ഷേ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അല്ലാഹു തആലയുടെ ഇടയിൽ നമ്മൾ വേറിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള ഈ ഒരു മടി മാറ്റിയെടുക്കാമെന്ന് ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. ഇബാദത്തുകൾ ചെയ്യാനുള്ള മടിയെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഇടയിൽ നിന്ന് അള്ളാഹുവിന് നമ്മളോട് കോപം ഇറങ്ങാൻ ഒരുപാട് കാരണങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു പൂർണ്ണമായിട്ടുള്ള മുഅ്മിനായിട്ടുള്ള ഈമാനുള്ള ഒരു വ്യക്തി അല്ലാതെ ആവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അമിതമായിട്ടുള്ള ദേഷ്യം, വാശി, ക്ഷമക്കേട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കേണ്ട നമ്മുടെ ജീവിതത്തിന് ഹാനികരമായിട്ടുള്ള കുറച്ച് ശീലങ്ങളാണ്. എപ്പോഴും മൂക്കത്ത് ശുണ്ടി എന്ന് പറയുന്ന പോലെ എപ്പോഴും ദേഷ്യം, എന്തൊരു കാര്യം എപ്പോഴും ദേഷ്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, അതുപോലെ തന്നെ ക്ഷമക്കേട്, ക്ഷമയില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ വാശി, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ അത് മാറ്റിയെടുക്കണം, അത് മാറ്റിയെടുക്കേണ്ട കാര്യമാണ്. നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു മുഅ്മിനായിട്ടുള്ള വ്യക്തി അവനത് മാറ്റിയെടുക്കണം. പിന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം, അള്ളാഹുവിൻ്റെ ഒരാളായി നമ്മൾ മാറണം. അള്ളാഹുവിലേക്ക് കൂടുതൽ ഒരുപാട് ചെയ്ത് നമ്മൾ അതിലങ്ങോട്ട് ഇസ്ലാമിൽ ഈമാനിൽ അങ്ങോട്ട് അലിഞ്ഞു ചേരണം. അപ്പോഴാണ് പിന്നെ നമുക്കൊരു കെട്ടുറപ്പുള്ളൊരു ഉറപ്പുള്ളൊരു നമ്മളൊരു മുഅ്മിനാവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിശാചിനത്തിൽ നിന്നും പിശാചിൻ്റെ ഒരു കളിയിലേക്ക് നമ്മൾ വീഴും, പിശാചിൻ്റെ ഫിത്നയിലേക്ക് നമ്മൾ അറിയാതെ വീഴും. എത്ര മുഅ്മിനായിട്ടുള്ള വ്യക്തിയായാലും പിശാച് നമ്മളെ വന്ന് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാം വീണത് ഓർമ്മയില്ലേ? സ്വർഗത്തിൽ നിന്ന് ആ പഴം തിന്നരുത് എന്ന് പറഞ്ഞ് പിശാച് ഓരോന്ന്, ശൈത്താൻ ഇബ്ലീസ് എന്ത് ചെയ്തു, ഓരോന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അങ്ങനെ തിന്നു. അവസാനം സ്വർഗത്തിൽ നിന്ന് പോരേണ്ട അവസ്ഥ വന്നു അല്ലേ? അപ്പോൾ ഒരു മഹാനായിട്ടുള്ള നബിക്ക് പോലും എന്ത് ചെയ്തു ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പാവം നമുക്ക് ഇങ്ങനത്തെ അവസ്ഥ വരാതിരിക്കുമോ? അപ്പോൾ ശൈത്താൻ്റെ ഫിത്ന എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ പേടിക്കേണ്ടതാണ് താനും. അതെന്താ പേടിക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്ന സമയത്ത് ശൈത്താൻ്റെ ഫിത്ന വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും ആലോചിക്കില്ലല്ലോ, അത് ചെയ്യുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശൈത്താൻ്റെ ഫിത്നയെ നമ്മൾ പേടിക്കണം. എങ്ങനെയാണ് അത് ഒഴിവാക്കേണ്ടതെന്നുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് മുഅ്മിനായിട്ടുള്ളൊരു വ്യക്തി ആവണമെന്നുണ്ടെങ്കിൽ, ഇബാദത്തുകൾ ചെയ്യാനുള്ള മടിയൊക്കെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം. അതുപോലെ തന്നെ ദുശീലങ്ങളുണ്ടെങ്കിൽ, ദുസ്വഭാവങ്ങളുണ്ടെങ്കിലും ഒക്കെ മാറ്റിയെടുക്കാം. വാശി, ദേഷ്യം, ക്ഷമക്കേട് തുടങ്ങിയിട്ടുള്ള മോശമായിട്ടുള്ള ശീലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. അള്ളാഹുവിനോടൊരു ബെസ്റ്റ് ഫ്രണ്ട് ആവണം, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അള്ളാഹു ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും സാധിച്ചെടുക്കാം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാം, പൂർണ്ണമായിട്ട് മുഅ്മിനായിട്ടുള്ളൊരു വിശ്വാസിയാവാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ല മനുഷ്യനാകാമെന്ന് പറയുന്ന ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ക്ലാസ് കണ്ട് പഠിക്കുന്നുണ്ട് ഒരുപാട് പേര് ഈ ക്ലാസ് കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് പേര് സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. 20 ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 20 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ഇബാദത്ത് ചെയ്യാനുള്ള മടി, മറ്റ് ദുസ്വഭാവങ്ങൾ, ഇങ്ങനത്തെ ദേഷ്യ, വാശി, ക്ഷമക്കേട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുത്ത്
പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാം. മാത്രമല്ല അതിൽ തൗബ ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്ക് ഒരുമിച്ച് തൗബ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് പുതിയ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് കിടക്കാം. പക്ഷേ നമുക്ക് ചെറിയൊരു ഫീ ഉണ്ട് കേട്ടോ. ഫീ എന്ന് പറയുന്നത് നമ്മുടെ 500 രൂപയാണ്. 500 രൂപക്ക് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം, പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കി കളയുന്നു. എത്രയോ പൈസ നമ്മൾ വെറുതെ ചിലവാക്കി കളയുന്നു. അതുപോലെ തന്നെ നമ്മളൊരു 500 രൂപ ചിലവാക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സക്സസ് ആവാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട. ഈ ഒരു നിങ്ങളുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടുമുട്ടിയതും ഈ ഒരു വീഡിയോ കണ്ടതും ഇതിലേക്ക് നിങ്ങൾ ചേരുന്നതൊക്കെ നിങ്ങളുടെ നല്ലതിനാണ്. പടച്ചോൻ നിങ്ങൾക്ക് വേണ്ടുന്ന അവസരമാണെന്ന് വിചാരിക്കുക. ആ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. പടച്ചോൻ നമുക്ക് ഇത്രയും നല്ലൊരു അവസരം തരുന്ന സമയത്ത് നമ്മളൊരു പക്ഷേ ഇത് പാഴാക്കി കളയുകയാണെന്നുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ നമുക്ക് ചിലപ്പോൾ ചോദ്യം വരും, നിനക്ക് ഇത്രയും നല്ലൊരു അവസരം തന്നിട്ട് നീ എന്തുകൊണ്ട് പാഴാക്കി കളഞ്ഞു, എന്നിട്ട് സമയം എന്തിന് ചെലവഴിച്ചു എന്ന് പറയുന്ന ചോദ്യം നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. അപ്പോൾ പറയാനൊരു നല്ല ഒരു തന്നെയായിരിക്കും ഇത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ചേരുക. നിങ്ങളുടെ സ്വഭാവം പൂർണ്ണമായിട്ടും മാറുന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും 20 ദിവസത്തിന് മുമ്പ് നിങ്ങൾ ചേർന്ന് നിങ്ങളായിരിക്കില്ല ഇത് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ. പിന്നെ സമയത്തിൻ്റെ പ്രശ്നം എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ അത് ലൈവായിട്ടുള്ള ക്ലാസ്സുകളല്ല. നമുക്ക് നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 20 ദിവസത്തെ ക്ലാസ്സാണ് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ചേരാൻ പറ്റുന്നൊരു ക്ലാസ്സാണ്. 500 രൂപയാണ് ഫീ. ഇനി ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കിടക്കും. അറിയാത്തവരുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് കേട്ടോ. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അതിൽ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ നമ്പർ വേറെ ആർക്കും കാണാൻ പറ്റില്ല, നിങ്ങൾക്കും വേറെ ആരുടെ നമ്പറും കാണാൻ പറ്റില്ല. അഡ്മിന് മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആവുക, ചേരുക. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവുക. അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് നമ്മൾ വിളിക്കുന്നതാണ്, പേഴ്സണലായിട്ട് സ്റ്റാഫുകൾ വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ളവരൊക്കെ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.